കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനഗാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജനകൻ മുതലായവര് പ്രവർത്തിച്ചു. ലോകസംഗ്രഹത്തിനു വേണ്ടിയിട്ട്. ലോകസംഗ്രഹം ചെയ്യാൻ കഴിയുന്നത് ജ്ഞാനികളാണ്. ലോകസംഗ്രഹം എന്നതിന് അർത്ഥം ധർമ്മത്തിന്റെ പന്ഥാവിലേക്ക് ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. തിരികെ പിടിച്ച് ധർമ്മത്തിന്റെ ആ ചക്രത്തിലേക്ക് പ്രവേശിപ്പിച്ച് അവരെ പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ലോകസംഗ്രഹം എന്നതുകൊണ്ട് ഭഗവാൻ വിവക്ഷിക്കുന്നത്. ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് ജനകൻ തുടങ്ങിയിട്ടുള്ള രാജർഷിമാര് പ്രവർത്തിച്ചു. അവർ ജ്ഞാനികൾ തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുനനെ ആ ജ്ഞാനിയുടെ ഗണത്തില് പെടുത്താൻ പറ്റില്ല. അർജുനൻ ജ്ഞാനിയല്ല, അജ്ഞാനിയാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ കർമ്മവിമുഖനായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോ പല ഉദാഹരണങ്ങളും എടുത്തുകൊണ്ട് അർജുനനെ ധർമ്മത്തിന്റെ ആ പ്രവർത്തന പന്ഥാവിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ശരിക്കും അതൊരു തരത്തിലൊരു മോട്ടിവേഷണൽ സ്പീച്ചാണിത്. ഭഗവാന്റെ ശിക്ഷണത്തില് ചിലപ്പോഴൊക്കെ സന്ദേശങ്ങൾ മോട്ടിവേഷണലായിട്ട് വരുന്നുണ്ട്, ചിലപ്പോഴൊക്കെ അത് തനി ദാർശനികവുമായിരിക്കും. അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത, ഭഗവത്ഗീതയില് ഒരുപാട് ആശയങ്ങളുടെ ഒരു സമ്മേളനം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ആശയങ്ങളെ സ്വാംശീകരിച്ചെടുക്കാൻ കഴിയും. ഭഗവത്ഗീതയുടെ അടിസ്ഥാന ദർശനം നിലനിൽക്കവേ തന്നെ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മനുഷ്യന്റെ ആകവേ പരിണാമത്തിന്, പ്രബുദ്ധമായ പരിണാമത്തിന് സഹായിക്കുന്ന വിധത്തില് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും ഒരു വിധത്തിൽ പറഞ്ഞാൽ പല ആശയമുഖങ്ങളെ ഭഗവാൻ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതില് ജനകൻ മുതലായവര് ജ്ഞാനികളായിരുന്നിട്ടും ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. എന്നാൽ അജ്ഞാനികളായവരെന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അജ്ഞാനികളായവര് അവരുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ചിത്തശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നിഷ്കാമ കർമ്മങ്ങളിലെ ഏർപ്പെടണം. എന്ന് പറഞ്ഞാൽ അവന്റെ സ്വധർമ്മം അവൻ പരിപൂർണമായി ആ സ്വധർമ്മത്തിൽ അമഗ്നമായിക്കൊണ്ട് അതിൻ്റെ വരുംവരായികകളിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ച് വ്യാകുലപ്പെടാതെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കർമ്മത്തെ നമ്മൾ ആസ്വദിച്ച് ചെയ്യണമെന്ന് പറയുന്നത് ജീവിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ ചെയ്യുക എന്നത് ഒരു ക്രിയ എന്ന രീതിയിൽ പറയുമെങ്കിലും അത് ജീവിക്കണം എന്നുള്ളതാണ്. ഇവിടെ അർജുനൻ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാൻ ശ്രമിക്കുന്നു, അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു, അതിൽ നിന്ന് പലായനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് ഭഗവാൻ അർജുനനെ സ്വധർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തില് പൂർവ ഋഷിമാരെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ അർജുനൻ കർമ്മം ഒഴിവാക്കാൻ പാടില്ല. ജ്ഞാനികൾ പോലും കർമ്മം ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അജ്ഞാനിയായ അർജുനൻ കർമ്മം ഒഴിവാക്കുന്നത് തീർത്തും
അർജുനന്റെ സ്വധർമ്മത്തിന്റെ അനുഷ്ഠാനത്തിന് വിരുദ്ധമാണത്. അത് അർജുനന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ അനുഷ്ഠേയമായിട്ടുള്ള സ്വധർമ്മം ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മറുകണ്ഠം ചാടുകയാണെങ്കിൽ അതിനൊരു പ്രത്യാഘാതമുണ്ട്. നാം ചെയ്യേണ്ടുന്ന കർമ്മം ചെയ്യാതിരിക്കുന്നത് പാപമായിട്ടാണ് പറയുന്നത്. പാപം എന്നതുകൊണ്ട് അത് കർമ്മബന്ധനത്തെ ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിൽ അർജുനനെ പ്രേരിപ്പിക്കാനായി ജ്ഞാനികളുടെ മാതൃക പോലും എടുത്ത് കാണിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ജ്ഞാനികളായിരിക്കുന്നവർ പോലും കർമ്മം ചെയ്തിരിക്കുന്നു ലോകസംഗ്രഹത്തിന് വേണ്ടി. വാസ്തവത്തിൽ ജനകന് ചിത്തശുദ്ധിയർത്ഥം കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജ്ഞാനിയാണ്. ജ്ഞാനനിഷ്ഠനായിരിക്കുന്നവന് ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടതില്ല. അദ്ദേഹം കർത്താവ് പോലുമല്ല. ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തി കർമ്മത്തിന്റെ കർത്തൃത്വബോധത്തിൽ നിന്നും വിമുക്തനായിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം അശേഷമില്ല. എന്നാൽ അദ്ദേഹത്തിൽ കർമ്മങ്ങളുണ്ട് താൻ. ആ കർമ്മം പ്രകൃതിയുടേതാണ്, ശരീരത്തിൻ്റെതാണ്. ശരീരവും പ്രകൃതിയും ഒന്നു തന്നെയാണ്. ആ കർമ്മങ്ങൾ ലോകസംഗ്രഹാർത്ഥമാണ്. ആ ലോകസംഗ്രഹാർത്ഥമുള്ള കർമ്മങ്ങൾ അനുഷ്ഠേയങ്ങളാണ്, അവയിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല എന്ന് ജനകനെ ഉദാഹരിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇനി 21-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്വദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. യത് യത് ആചരതി, യത് യത് ആചരതി ശ്രേഷ്ഠഃ തത് തത് ഏവ ഇതരഃ ജനഃ സയത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ എന്ന് പദച്ഛേദം. ശ്രേഷ്ഠഃ, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. യത് യത്, യാതൊന്നാണോ ആചരതി, ആചരിക്കുന്നത്, തത് തത് ഏവ, അതത് തന്നെ, ഇതരഃ ജനഃ, മറ്റുള്ള ജനങ്ങള് അനുഷ്ഠിക്കുന്നു. സഹ, അയാൾ, യത് പ്രമാണം കുരുതേ, ഏതൊന്നിനെ പ്രമാണമാക്കി പ്രവർത്തിക്കുന്നുവോ, ചെയ്യുന്നുവോ, ലോകഃ, ലോകരായിട്ടുള്ള ജനങ്ങള്, തത് അതിനെ അനുവർത്തതെ, പിന്തുടരുന്നു. വളരെ ലളിതമായ ഒരു കാര്യമാണ് പറയുന്നത്. ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുവോ അതിനെ നോക്കിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അജ്ഞാനികളായിട്ടുള്ള ആളുകള് അവരെ മാതൃകയാക്കിയിട്ട്, അവരെ റോൾ മോഡലാക്കിയിട്ട് ജീവിക്കുന്നതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. സമൂഹത്തില് അത്തരത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ എന്ന് പറയാം, സ്വാധീനിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ ജാഗരൂകരും അലർട്ടും ആകേണ്ടതുണ്ട്. എന്തെന്നാൽ ആ ശ്രേഷ്ഠരെന്ന് പറയപ്പെടുന്ന വ്യക്തികൾ എന്തെങ്കിലും ചെയ്താല് അടുത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകൻ, ആ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി, ശ്രേഷ്ഠനായ വ്യക്തി ആരാധ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് നോക്കിയിട്ട് അത് അനുകരിക്കും. ലോകം എന്ന് പറയുന്നത് അനുകരിക്കുന്ന ശീലമുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഒരു ജ്ഞാനി ഈ കർമ്മം ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയും അതിനനുസൃതമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് പകരം യാന്ത്രികമായി ശ്രേഷ്ഠരായിട്ടുള്ള മനുഷ്യരെ സാമാന്യജനം പിന്തുടരുന്നത് വളരെ സ്വാഭാവികമാണ്. യത് യത് ആചരതി ശ്രേഷ്ഠഃ തത് തത് ഏവ ഇതരഃ ജനഃ ആചരതി. മറ്റുള്ള ജനങ്ങളും ശ്രേഷ്ഠരായിട്ടുള്ളവർ ആചരിക്കുന്നത് പോലെ ആചരിക്കുന്നു. ഇതൊരു കോമൺ ഫാക്റ്റാണ്, ഒരു സാമാന്യമായ യുക്തിയും കൂടിയാണത്. അതിൽ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല.
നമ്മുടെ സമൂഹത്തെ തന്നെ നോക്കിയാൽ മതി. നമുക്കറിയാം, നമ്മുടെ അടുത്ത നാടായിട്ടുള്ള തമിഴ്നാട്ടില് ഒരു സിനിമാ നടൻ എന്ത് ചെയ്യുന്നു അതനുസരിച്ചിട്ട് സാധാരണക്കാർ അത് അനുകരിക്കും. ഒരു സിനിമാ നടൻ ഒരു ഡയലോഗ് പറഞ്ഞാൽ ആ ഡയലോഗ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാമാന്യ ജനമുണ്ട്. MGRനെ പോലുള്ള ആ സിനിമാ നടന്മാര്, രജനീകാന്തിനെ പോലുള്ള സിനിമാ നടന്മാര് എന്താണോ ചെയ്യുന്നത് അവരത് അനുകരിക്കുന്നു. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി യോഗ ചെയ്യുന്നു, അത് കണ്ടിട്ട് പലരും യോഗ ചെയ്യുന്നവരുണ്ട്. ഈ അനുകരണം നല്ല കാര്യത്തിലും ചീത്ത കാര്യത്തിലും ഉണ്ട്. ഒരു ഗുരു ദിവസവും ബീഡി വലിക്കുന്നു എന്ന് വിചാരിച്ചോ, ശിഷ്യന്മാരെല്ലാവരും ബീഡി വലിക്കാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമാണത്. അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. കഞ്ചാവ് വലിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ ശിഷ്യന്മാർക്ക് ഒരു മാതൃകയാകുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നൊരു കാര്യം, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ, ഒരു അധ്യാപകൻ എന്ത് ചെയ്യുന്നു എന്നൊരു കുട്ടി ശ്രദ്ധിക്കുന്നത് പോലെ, ആ കുട്ടിയെ അധ്യാപകൻ എന്ന് പഠിക്കുന്ന പോലെ ഒരച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛനെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ആണ് പല കുട്ടികളും ചെറുപ്പത്തിൽ വളർന്നു വരുന്നത്. ഒരു 7-10 വയസ്സ് വരെയൊക്കെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഒരു ഹീറോയാണ് അവരുടെ. ആ അച്ഛൻ വീട്ടിൽ മദ്യപിച്ച് വന്ന് അമ്മയെ അടിക്കുകയും പ്രഹരിക്കുകയും അമ്മയെ അസഭ്യം പറയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ അച്ഛൻ ഏത് വിധത്തിലുള്ള സ്വാധീനമാണ് ആ മക്കളിൽ ചെലുത്തുന്നത്? കാലക്രമത്തിൽ ഈ മക്കളും അതുപോലെ തൻ്റെ ഭാര്യയെ തല്ലുന്നവനും മദ്യപാനിയും ഒക്കെ ആയിട്ട് വരും. അവന്റെ ഭാഷയിലും അച്ഛൻ്റെതുപോലുള്ള ആ അശുദ്ധ പദങ്ങൾ കൊണ്ട് സമൃദ്ധമായിരിക്കും ആ വ്യക്തിയും. അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെയാണോ സാധാരണക്കാരായിട്ടുള്ള അജ്ഞാനികൾ ഉള്ളത് അവിടെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധാപൂർവം ജാഗരൂകതയോടെ ജീവിക്കണം എന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെസനാണിത്. നമ്മളൊരു അച്ഛനും അമ്മയും ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം മുതലേ മക്കളെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. മക്കൾക്ക് ഒരു മാതൃകയാകാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്ത് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ, സൃഷ്ടിക്കാൻ പാടുള്ളൂ. അതുപോലെ അധ്യാപകൻ, ഇതൊക്കെയാണ് ചില എഴുത്തുകാരുടെ സ്വാധീനങ്ങൾ. എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് എഴുത്തുകാർ. ഒരു കാലത്ത് നമ്മുടെ എഴുത്തുകാര് നമ്മുടെ കുട്ടികളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. പലരെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ലോകത്തേക്ക് പലരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ എഴുത്തിന്റെ മാസ്മരികതയിൽ പെട്ടുപോയിട്ടുള്ള വായനക്കാരായിട്ടുള്ള സഹൃദയന്മാര്, രാഷ്ട്രീയക്കാർ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ മദ്യപിക്കുന്നുവെങ്കിൽ, ഒരു നേതാവ് മദ്യപിക്കുന്നുവെങ്കിൽ അണികളും മദ്യപിക്കും. സ്വാഭാവികമായിട്ട് മദ്യപാനം ഒരു ശീലമാക്കും. അപ്പൊ ഭഗവാൻ പറയുന്ന ഒരു കാര്യം അർജുനനെ പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി, എത്രയോ വ്യക്തികൾക്ക് ആരാധ്യനായിരിക്കുന്നവനാണ് ഈ അർജുനൻ. ഈ അർജുനൻ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത് ഭിക്ഷാന്തേഹിയായിട്ട് അർജുനൻ ജീവിച്ചാല് ഈ ലോകത്തുള്ള ആളുകളെല്ലാം അത് അനുകരിക്കും. അവരവരുടെ ധർമ്മം ചെയ്യേണ്ടുന്നത് അവരവരുടെ ധർമ്മമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു മാതൃകാ പുരുഷനായിട്ടുള്ള, ഒരു റോൾ മോഡലായിട്ടുള്ള ഈ അർജുനൻ തൻ്റെ വ്യക്തിത്വത്തിന് വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തുനിയുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം നൽകും എന്ന് അർജുനനെ ഭഗവാൻ ബോധിപ്പിക്കുകയാണ്. യത് യത് ആചരതി ശ്രേഷ്ഠ തത് തത് ഏവ ഇതരഃ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. ആ ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങളെ പ്രമാണമാക്കിക്കൊണ്ട്, പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധികാരികത അതിന് നൽകുന്നു. അതാണ് പ്രമാണം എന്ന് പറയുന്നത്. ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആധികാരികത കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവരെ ആപ്തന്മാർ എന്ന് പറയുന്നത്. വിശ്വസനീയരാണ് അവര്.
അങ്ങനെ വിശ്വസിക്കാൻ തുനിയുന്നു. ചില ഗുരുക്കന്മാര് പല ശിഷ്യന്മാരെയും വഴിപിഴപ്പിക്കാറുണ്ട്. എന്നിട്ട് ഗുരുവും ശിഷ്യന്മാരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തിട്ട് കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്. അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതും. ഇപ്പോഴും പല ഗുരുക്കന്മാരും അവരുടെ അണികളെ മറ്റാരെയും കാണിക്കാതെ സ്വാർത്ഥരായിട്ട് കൊണ്ടുനടക്കുന്നവരുണ്ട്. അതൊക്കെ വലിയ ദൂഷ്യമാണ്. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജീവിക്കണം. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജീവിക്കണം. എവിടെയും അടിപ്പെടേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അതിനുള്ള അവബോധമാണ് മനുഷ്യൻ നിർമ്മിക്കേണ്ടത്. ഒരു ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ടത് ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധികളിൽ പോലും വേണ്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അല്ലാതെ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ അണികളെ തന്നെയോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അവരെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള ചില പ്രേരണകളും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ എന്നെന്നും തൻ്റെ അണികളാക്കി കൊണ്ടു നടക്കുക എന്നുള്ളത് ചില ഗുരുക്കന്മാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരർത്ഥത്തിൽ റോൾ മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന സമൂഹം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സമൂഹം എന്നാണ്. ആ സ്വതന്ത്ര സമൂഹം അപരനെ കുറിച്ച് അവബോധമുള്ളവർ തന്നെയാണ്. അവരന്റെ ആവശ്യങ്ങളെ നിർവഹിക്കേണ്ടതുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുവാനും ആ വികസിത ബോധ സമൂഹം തയ്യാറായിരിക്കുന്നതായിരിക്കും. അത്തരത്തിലൊരു ഇവോൾവ്ഡ് കോൺഷ്യസ്നെസ്, പരിണതമായ ബോധത്തെ നിർമ്മിക്കുന്ന മഹാത്മാക്കളാണ് ലോകത്തിന്റെ ആവശ്യമായിരിക്കുന്നത്. ഇവിടെ അർജുനൻ ഒരിക്കലും ഒരു നല്ല ജീവിതത്തിന്റെ മാതൃകയായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. പകരം പ്രതിലോമപരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് അർജുനൻ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം എത്രയോ കാലം വളരെ ശക്തനായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു യോദ്ധാവായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ഭീരുവിനെ പോലെ, ഒരു സന്ദേഹിയെ പോലെ, സംശയാലുവിനെ പോലെ അദ്ദേഹം പടക്കളത്തിൽ നിന്നും കാട്ടിലേക്ക്, വനത്തിലേക്ക് കമണ്ഡലവും യോഗദണ്ഡും ഭിക്ഷാപാത്രവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉത്തമമെന്ന് അദ്ദേഹം കരുതുന്നത്. എവിടെയോ അദ്ദേഹത്തിന്റെ ബോധത്തിൽ ഒരു അവ്യക്തമായിട്ടുള്ള ചിന്ത നിഴൽ വീഴ്ത്തുന്നുണ്ട് എന്നാണ് അർത്ഥം. അത് അദ്ദേഹത്തിന് തൻ്റെ ബന്ധുജനങ്ങളോടുള്ള മമതയിൽ നിന്നും ജനിച്ചിട്ടുള്ളതാണ്, ആ പ്രതിലോമപരമായിട്ടുള്ള ചിന്ത എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അർജുനനെ സ്വധർമ്മ നിർവഹണത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പോംവഴിയായിട്ട് ഭഗവാൻ എടുത്തിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് ജ്ഞാനപ്രതിഷ്ഠയിലേക്ക് എത്തിക്കുക. ഭഗവത്ഗീതയുടെ മുഖ്യ സന്ദേശം ഒരു വ്യക്തിയെ ജ്ഞാനത്തിൽ പ്രതിഷ്ഠിതനാക്കുക എന്നതാണ്. പക്ഷെ അർജുനൻ ആ ഒരു തലത്തിലേക്ക് വളർന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചിത്തശുദ്ധ്യർത്ഥം തനിക്ക് ലഭിച്ചിട്ടുള്ള ആ ധർമ്മത്തെ അത് മടികൂടാതെ ആസ്വദിച്ച് തന്മയത്വത്തോടെ വളരെ സ്വതന്ത്രമായിട്ട് നിർവഹിക്കുകയും അതിലൂടെ ഫലേച്ഛയിൽ നിന്ന് വിമുക്തി പ്രാപിച്ചുകൊണ്ട് ചിത്തശുദ്ധ്യർത്ഥം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അത് പലതവണ പറഞ്ഞു കൊടുക്കുമെങ്കിലും, കൊടുത്തിട്ടുണ്ടെങ്കിലും, ഇനിയും കൊടുക്കാനിരിക്കുന്നുണ്ടെങ്കിലും ഒരർത്ഥത്തിൽ അർജുനൻ നമ്മളെ പോലെ തന്നെ, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ പോലെ തന്നെ അർജുനന്റെ മനസ്സ് പല പല വിഷയങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നത് കൊണ്ട് തന്നെ മന്ദീഭവിച്ചിരിക്കുകയാണ് ബുദ്ധി. ആ മന്ദീഭവിച്ച ബുദ്ധിയിലേക്ക് ആവർത്തികൾ, പല പല ആവർത്തികൾ ആഴത്തിൽ പതിയുന്ന വിധത്തിൽ ഭഗവാൻ പല വശങ്ങളിൽ നിന്നും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. യത് യത് ആചരതി ശ്രേഷ്ഠ തത് തദേവ ഇതരഃ ജനഃ സ യത് പ്രമാണം കുരുതേ. ആ വ്യക്തി എന്ത് ചെയ്യുന്നുവോ അതിനെ പ്രമാണമായിട്ട് കരുതിക്കൊണ്ട് മറ്റാളുകളും ചെയ്യാൻ തുടങ്ങുന്നു, അനുകരിക്കുന്നു. അതിനെയാണ് അനുകരണം, ഇമിറ്റേഷൻ എന്ന് പറയും. ശരിക്കും ഒരർത്ഥത്തിൽ ഇമിറ്റേഷൻ എന്നതൊരു യാന്ത്രികമായ പ്രക്രിയയാണ്. അത്തരം ഇമിറ്റേഷനുകളല്ല, മഹാത്മാക്കളെ പോലെ ഇമിറ്റേറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം മഹാത്മാക്കൾ ഏതൊരു ബോധത്തിൽ നിന്നാണോ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ആദ്യം. അതിന് പറ്റുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ യാന്ത്രികമായിട്ട് ചെയ്യാറില്ലാതെ എന്ത് വഴി? അങ്ങനെയാണ് ധർമ്മം ഉണ്ടായിട്ടുള്ളത്.
പല ധർമ്മങ്ങളും മഹാത്മാക്കൾ ചെയ്യുന്നത് കണ്ടുപഠിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് മഹാത്മാക്കൾ ചെയ്യുന്നത് അനുകരിക്കുന്നതല്ല. ഓരോരുത്തർക്കും അവരവരുടെ ധർമ്മത്തെക്കുറിച്ച് ബോധമുണ്ടായി ആ ധർമ്മത്തെ ബോധപൂർവം അനുഷ്ഠിക്കുന്നതാണ് ശരിയായിട്ടുള്ള ധർമ്മനിർവഹണം. അല്ലാതെ ഏതെങ്കിലും ചില കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതല്ല പൂർണ്ണധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് വലിയ ഒരു തത്വമാണ്. എന്നാൽ നമുക്ക് അറിയാം, പലതരത്തിലും ധർമ്മങ്ങൾക്ക് ഭേദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഗാർഹസ്ഥ്യധർമ്മം, സന്യാസധർമ്മം, ബ്രഹ്മചര്യയുടെ ധർമ്മം ഓരോന്നും വ്യത്യസ്തമാണ്. പ്രാദേശികമായ ധർമ്മങ്ങൾ വേറെയാണ്. ഓരോ 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 ദേശത്തും ഓരോ കാലത്തും ധർമ്മത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ ധർമ്മത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളാണ്. പൂർണ്ണധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ ധർമ്മബോധം ഉള്ളവനായിട്ട് തീരുമ്പോഴാണ് അത് അനുഷ്ഠിക്കാൻ കഴിയുള്ളൂ. അവൻ ലോകഹ തദനുവർത്തതേ, ജനങ്ങള് അത് അനുവർത്തിക്കുന്നു, ശ്രേഷ്ഠന്മാര് ചെയ്യുന്നത്. അതുകൊണ്ട് അർജുന, നീ ശ്രേഷ്ഠന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അർജുനനെ റോൾ മോഡലാക്കി വെച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും അർജുനൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നുണ്ട്. ഇന്ന് തന്നെ അറിയാം നമുക്ക്, ക്രിക്കറ്റ് കളിക്കാരൊക്കെ, സിനിമാ താരങ്ങള്, ഷാരൂഖ് ഖാൻ എന്ത് ചെയ്തു, മോഹൻലാൽ എന്ത് ചെയ്തു, മമ്മൂട്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കും. വിരാട് കോഹ്ലി എന്ത് ചെയ്തു, രോഹിത് ശർമ്മ എന്ത് ചെയ്തു, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ്. അവർക്കൊക്കെ മാതൃകയായിരിക്കേണ്ടവര്. അവർക്ക് മാതൃകാപരമായിട്ടുള്ള കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ലോകത്ത് വിപര്യങ്ങൾ സൃഷ്ടിക്കുകയോ ദോഷങ്ങൾ വരുത്തി വെക്കുകയോ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അർജുനൻ ഉപദേശിക്കുന്നു. 22-ാമത്തെ ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ന അനവാപ്തം അവാപ്തവ്യം ന അനവാപ്തം അവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി എന്ന് പദച്ഛേദം ചെയ്യാം. ഹേ പാർത്ഥ, അലയോ പാർത്ഥ, അലയോ കുന്തിപുത്ര, മേ ത്രിഷു ലോകേഷു കിഞ്ചന കർത്തവ്യം നാസ്തി. എനിക്ക് 3 ലോകങ്ങളിലും ത്രിഷു ലോകേഷു കിഞ്ചന കർത്തവ്യം നാസ്തി, 3 ലോകങ്ങളിലും എനിക്ക് ഒരു കർത്തവ്യവും ഇല്ല. ഭഗവാൻ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നതിനിടയിൽ ഒരു കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കാനും കൺവിൻസ് ചെയ്യിക്കാനും ബോധ്യപ്പെടുത്താനായിട്ട് പേഴ്സണൽ ഫാക്ടർ കൊണ്ടുവരാം. നമുക്ക് വ്യക്തിഗതമായിട്ട് ഭഗവാൻ അർജുനോട് പറയാണ്, 3 ലോകത്തിലും, 3 ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും, ഈ 3 ലോകത്തിലും എനിക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കർത്തവ്യമായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ജ്ഞാനിക്കും കർത്തവ്യമില്ല എന്നതാണ് സത്യം. കർത്തവ്യം എന്നതുകൊണ്ട് ഇന്ന ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നാണ്. എന്നാൽ ഒരു വ്യക്തി ജ്ഞാനിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ധർമ്മമില്ല നിർവഹിക്കാനായിട്ട്. ധർമ്മത്തിൽ നിന്നും ജ്ഞാനി മോചിതനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഗീതയുടെ അന്ത്യത്തിൽ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എന്നെ തന്നെ ശരണം ഗമിക്കൂ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ തന്നെ ശരണം ഗമിക്കൂ. അതായത് താൽക്കാലിക ധർമ്മങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടിക്കൊണ്ട്. ധർമ്മം എന്ന് പറയുന്നത് തന്നെ ബന്ധനമാണ്. ധർമ്മത്തിൽ നിന്നും മോചനം ഉണ്ടാകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മബോധം കർത്തവ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധം.
അത് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിഷ്കാമമായി കർത്തവ്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. കാമരഹിതമായിട്ട് ചെയ്യണം അതെല്ലാം. എങ്കിൽ മാത്രമാണ് അത് വ്യക്തിയുടെ അന്ധക്കരണത്തെ ശുദ്ധീകരിക്കുകയുള്ളൂ. ഈ അന്ധക്കരണ ശുദ്ധിയിൽ നിന്ന് വേണം ജ്ഞാനം ആർജിക്കുവാനായിട്ട്. കാരണം ജ്ഞാനം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വ്യക്തി കർത്താവാണെന്നുള്ള, ചെയ്യുന്നവനാണെന്നുള്ള ആ തെറ്റായിട്ടുള്ള ബോധ്യത്തിൽ നിന്നുള്ള വിടുതൽ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ അകർത്താവാണ്, ഞാൻ ആകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജ്ഞാനമാകുന്നു, ഞാൻ ആനന്ദമാകുന്നു എന്നുള്ള അവബോധമാണ് ഒരർത്ഥത്തിൽ വ്യക്തിയെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ആ അവസ്ഥയ്ക്ക് പറയുന്നത് സന്യാസം എന്നാണ്. സന്യാസം എന്ന് പറയുന്നത് കർത്തൃബോധത്തിൽ നിന്നുള്ള വിമുക്തി തന്നെയാണ് സന്യാസം. അപ്പൊ ഇവിടെ 3 ലോകത്തിലും എനിക്ക് ഒന്നും തന്നെ നേടേണ്ടതായിട്ടില്ല. എന്നാൽ ഈ 3 ലോകത്തിൽ ഒന്നും നേടാത്തതായിട്ടുമില്ല. ഭഗവാൻ പറയാണ് എല്ലാം നേടുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി ആത്മസാക്ഷാത്കൃതനാകുമ്പോൾ സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപത്തെ കാണുന്ന മാത്രയില് എല്ലാം നേടിയ അനുഭവം ആ വ്യക്തിക്കുണ്ടാകുന്നു. ഈ ലോകത്തെ എല്ലാം നേടിയ അനുഭവം, എല്ലാം നേടി എന്നല്ല എൻ്റെ അർത്ഥം, എല്ലാം നേടിയ അനുഭവത്തിന് സമാനമായൊരു അനുഭവം, അതാണ് ആത്മാനുഭവം എന്ന് പറയുന്നത്. കാരണം ആത്മാവ് സർവവ്യാപിയാണ്, ഓംനിപ്രസന്റ് ആണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതാണ്. ആ ആത്മാവിനെ അറിയുമ്പോൾ ഞാൻ എല്ലാറ്റിനെയും അറിഞ്ഞതുപോലെ, ആ ആത്മാവിനെ അനുഭവിക്കുമ്പോൾ എല്ലാറ്റിനെയും സ്വന്തമാക്കി അനുഭവിക്കുന്ന പോലെയാണ്. സർവവും ഞാനെന്ന ഭാവത്തിലേക്ക് വരുന്നു. എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. അന്നേത് മോഹം, അന്നേത് ശോകം, ഏകത്വദൃക്കിന്. ആ വ്യക്തി ഏകത്വദൃക്കാണ്. സർവത്തിനെയും ഏകമായിട്ട് അനുഭവിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഋഷി എന്ന് പറയുന്നത്, ദാർശനികൻ എന്ന് പറയുന്നത്. അപ്പോ ആ വ്യക്തിക്ക് ഈ ഒന്നും തന്നെ ഇനി നേടാനായിട്ടില്ല. അതുകൊണ്ട് നേടാൻ ഒന്നുമില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കർത്തവ്യമൊന്നുമില്ല. കർമ്മങ്ങളെല്ലാം കർത്തവ്യങ്ങളായിട്ട് വരുമ്പോൾ അതെന്തെങ്കിലും പ്രത്യേകമായിട്ട് നേട്ടത്തിനാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഒന്നും തന്നെ നേടാനായിട്ടില്ല. എന്നിട്ടും ഭഗവാന്റെ ജീവിതം നോക്കൂ. അദ്ദേഹം ഒരു തേരാളിയായിട്ട് വന്ന് നിൽക്കുകയാണ് അർജുനന് വേണ്ടിയിട്ട്. മാത്രമല്ല, ഈ ഭഗവാനാണല്ലോ പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കിടയിൽ ഒരു മീഡിയേറ്ററായിട്ട്, ദൂതനായിട്ട് വർത്തിച്ചത്. എല്ലാം നേടിയ, ഇനി ഒന്നും നേടാനേണ്ടതായിട്ടില്ലാത്ത ആ വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തിയായി ജീവിക്കുന്നു. ഇന്നാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും അദ്ദേഹം ഓടിക്കും. അത്ര ഏത് രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തില്, ഭഗവാൻ കൃഷ്ണന്റെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണ പുരുഷന്റെ ജീവിതമാണ്. അദ്ദേഹത്തിന് ഒരു ധർമ്മങ്ങളും പ്രത്യേകിച്ചില്ല. എന്നാൽ എല്ലാം അദ്ദേഹം വളരെ നൈപുണ്യോടെ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട്. സമസ്ത മേഖലകളിലും ആ വ്യക്തി പൂർണ്ണനാണ്, ആ വ്യക്തി സന്തുഷ്ടനാണ്, ആ വ്യക്തി പ്രസന്നവദനാണ്. ആ വ്യക്തി മാനവരാശിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ദാർശനികവും ധാർമ്മികവുമായിട്ടുള്ള കർമ്മങ്ങൾ അതിബൃഹത്താണ്. പരിശോധിക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ അവബോധത്തെ, ജീവിതാവബോധത്തെ വളർത്തുന്നതിൽ ഭഗവാൻ കൃഷ്ണൻ വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ്. നമുക്കത് സാധാരണ ഒരു രീതിയിൽ അതിനെ മെഷർ ചെയ്യാൻ കഴിയുകയില്ല. എത്ര പേരെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി സ്വാധീനിക്കപ്പെട്ടത് ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥത്താലാണ്. അത് ഭഗവാന്റെ വചനങ്ങളാണ്. ആ രാഷ്ട്രപിതാവിനെ സ്വീകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ മഹാത്മാക്കൾ അവരുടെ ജീവിതത്തെ ലോകത്തിന് വേണ്ടി പകർന്നു നൽകിയത് ഈ ഭഗവത്ഗീതയിലൂടെയാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭഗവാൻ ലോകോപകാരാർത്ഥം വചിച്ചിട്ടുള്ള ഈ വചനം ഇന്നും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് ലോകത്തിന് വേണ്ടിയിട്ട്. എനിക്ക് ഒന്നും 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറയുമ്പോൾ
ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? ജ്ഞാനി അകർത്താവാണ്. കർമ്മം ചെയ്യുന്നവൻ എന്ന ഭാവം നശിച്ചിരിക്കുന്ന വ്യക്തിയാണ്, ഇല്ലാതായിപ്പോയവനാണ് ജ്ഞാനി. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഒരു വ്യക്തിയിൽ സമ്പൂർണമായിട്ട് നശിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വ ബോധം എന്നാണ് അർത്ഥം. അതൊരു അറിവാണ്, ഒരു അഹങ്കാരമാണത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരം. ആ അഹങ്കാര നാശം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ജ്ഞാനി തന്നെയാണ്. ആ വ്യക്തിക്ക് പിന്നെ കർമ്മമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അറിവിന്റെ തലത്തിൽ ഞാൻ കർമ്മം ചെയ്യുന്ന ഭാവത്തിൽ നിന്ന് മോചിതനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്നുള്ള സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ അദ്ദേഹം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹമാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അറിവിൽ സ്വതന്ത്രനായിട്ടിരിക്കുന്നു. നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ പർവ്വതീകരിച്ച് കാണിക്കുകയും അത് ലോകത്തെല്ലാം കൊട്ടിഘോഷിച്ച് നടക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ പ്രകൃതം. അതാണ് ലോകത്തിന്റെ സ്ഥിതി. എന്നാൽ ഭഗവാൻ എല്ലാം ചെയ്യുകയും നാം ഒന്നും ചെയ്യുന്നില്ല എന്ന് വിനയാന്വിതമായിട്ട് പറയുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ രീതി, ജ്ഞാനിയുടെ രീതിയും അജ്ഞാനിയുടെ രീതിയും. അപ്പൊ ഭഗവാൻ പറയുന്നു, എനിക്ക് ഈ 3 ലോകങ്ങളിലും ഒന്നും നേടേണ്ടതായിട്ടില്ല, നേടാത്തതായിട്ടുമില്ല. അനവാപ്തം എന്നതിന് നേടാത്തത്, അവാപ്തവ്യം എന്ന് വെച്ച് നേടേണ്ടത്, ഇത് രണ്ടുമില്ല. എന്നിട്ടും ന കർമ്മണി വർത്തതേ ഏവ, ഞാൻ കർമ്മത്തിൽ തന്നെ വർത്തിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു, പ്രവർത്തിക്കുന്നു. കർമ്മത്തിൽ തന്നെയാണ് എപ്പോഴും ഭഗവാൻ പ്രവർത്തിക്കുന്നത്. ഭഗവാനെ നിമിത്തമാക്കിക്കൊണ്ട് അർജുനനെ വീണ്ടും ഉയർത്തുവാനും ഉണർത്തുവാനുമാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ഒരു സുഹൃത്തായിട്ടുള്ള അർജുനന് തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഭഗവാനിൽ വിശ്വസിക്കുന്നുണ്ട് അർജുനൻ. അതുകൊണ്ടാണല്ലോ ശിഷ്യസ്തേഹം ശാധിമാം എന്ന് പ്രഖ്യാപിച്ചത്. ഞാൻ അങ്ങയുടെ ശിഷ്യനായിരിക്കുന്നു, അങ്ങയ്ക്ക് എനിക്ക് ക്ലാരിറ്റി നൽകാനായിട്ട് കഴിയും, വ്യക്തത നൽകാനായിട്ട് കഴിയും, അതുകൊണ്ട് ഞാൻ അങ്ങയെ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ അർജുനനോട് ഭഗവാൻ തന്നെ സ്വന്തം ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. 23-ാമത്തെ ശ്ലോകം. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ ആത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. യദി ഹി അഹം ന വർത്തേയം ജാതു കർമ്മണി അതന്ത്രിതഃ മമ പത്മാ അനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. അതന്ത്രിതഃ, അതന്ത്രിതൻ എന്ന് പറഞ്ഞാൽ മടിയില്ലാത്തവൻ, ഒരു തരത്തിലും മടിയില്ലാത്തവൻ. മടിയില്ല എന്ന് പറഞ്ഞാൽ തമസിന്റെ ഒരു പിടിയിൽ നിൽക്കുന്നവനല്ല എന്നർത്ഥം. തമസാണല്ലോ ഒരു വ്യക്തിയെ മടി പിടിപ്പിക്കുന്നത്. താമസിക ഗുണമാണ് വ്യക്തികൾ മടി ഉണ്ടാക്കുന്നത്. അപ്പൊ അതന്ത്രിതൻ എന്ന് പറഞ്ഞാൽ മടിയില്ലാത്തവൻ, അലസനല്ലാത്തവൻ. അഹം, ഞാൻ. ഭഗവാൻ പറയാണ് അതന്ത്രിത അഹം, ഞാൻ അലസനെയല്ല, എനിക്ക് ഒരു തരത്തിലുള്ള മടിയുമില്ല. ജാതു, എപ്പോഴെങ്കിലും കർമ്മണി കർമ്മത്തിൽ യതി ന വർത്തേയം, വർത്തിക്കാതിരുന്നാൽ ഹി നിശ്ചയമായും പാർത്ഥ, അല്ലയോ പാർത്ഥ, മമ എന്റെ വർത്മ എന്ന് പറഞ്ഞ മാർഗം, മനുഷ്യാഹ സർവശഹാനുവർത്തന്തേ, ഞാൻ എപ്പോഴെങ്കിലും കർമ്മത്തിൽ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ മനുഷ്യാഹ സർവശഃ മനുഷ്യാഹ, എല്ലാ മനുഷ്യരും എന്താ, എന്റെ മാർഗം, മമ വർത്തമാ, എന്റെ മാർഗം അനുവർത്തന്തേ, അനുവർത്തിക്കും. അവര് അതിനെ പിന്തുടരും, അതിനെ അനുകരിക്കും. ഭഗവാൻ പറയാണ്, ഞാനൊന്നും ചെയ്യാതിരുന്നാല്, ഭഗവാൻ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാല് എല്ലാ ജനങ്ങളും അതിനെ അനുകരിക്കും, അല്ലെങ്കിൽ അനുഗമിക്കും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും കർമ്മനിരതമായിരിക്കുന്നു. ഇതിനെ താത്വികമായ അർത്ഥത്തിൽ എടുക്കാം, ഭഗവാന്റെ മാനുഷിക ഭാവങ്ങളിൽ നിന്നും എടുക്കാം.
പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ചൈതന്യമായ ഭഗവാൻ നിശ്ചലമായിരുന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം തന്നെ പ്രവർത്തിക്കുകയില്ല. നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ താരാവ്യൂഹങ്ങൾ പോലും നിശ്ചലമായിട്ട് പോകും എന്ന് മനസ്സിലാക്കാം. ആ അർത്ഥത്തിലും എടുക്കണം, നമ്മളുടെ സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിലും എടുത്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. കാരണം ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ഭഗവത്ഗീത ലോകത്തിന് പകർന്നു നൽകുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം മനുഷ്യനായും ഈശ്വരനായും ഭഗവാനെ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഭഗവാന്റെ സംഭാഷണങ്ങൾ ചിലപ്പോഴൊക്കെ ഈശ്വര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് മാറുന്നതും നമുക്ക് കാണാം, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ശബ്ദമായിട്ടും പ്രവർത്തിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ ഒരേ സമയം റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടും അബ്സല്യൂട്ട് ആയിട്ടുള്ള കേവലമായിട്ടുള്ള ഒരു ഈശ്വര തത്വമായി നിന്നുകൊണ്ടും മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഞാൻ ഒരിക്കലും മടിയനായിട്ടിരുന്നിട്ടില്ല. ഭഗവത്ഗീത പഠിച്ച വ്യക്തികളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും സക്രിയരായിട്ടിരിക്കുന്നു, ക്രിയാത്മകമായിട്ട് ജീവിക്കുന്നു. മാത്രമല്ല അവരുടെ കർമ്മങ്ങളിൽ നിന്ന് അവർ ഫലപ്രതീക്ഷകളൊന്നും വെക്കാതെ തന്നെ കർമ്മങ്ങളെല്ലാം ഈശ്വര അർച്ചനകളായിട്ട് കരുതിക്കൊണ്ട് അവർ ജീവിക്കുന്നു. ആ ജീവിതം ധന്യമാണ്, അവർ ആസ്വദിക്കുന്നു. ഒന്നും നാളെ എന്ത് സംഭവിക്കും കാൽക്കുലേഷനുകളൊന്നല്ല അവര്, നാളത്തെ ഫലപ്രതീക്ഷകളിലൊന്നുമല്ല അവരുടെ ധർമ്മം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ട് ആ ധർമ്മം ഈശ്വരീയമായിട്ട് സമ്പൂർണമായിട്ട് ഈശ്വരീയമായിട്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ ഫലം. ജീവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം തന്നെയാണ് ഫലം. ഒരു ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദിക്കുന്നുണ്ട്. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആനന്ദം പോലെ കുട്ടികൾ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന സമയത്ത് ആ കളിക്കുന്ന സമയത്തുള്ളൊരു ആനന്ദമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ജ്ഞാനിയും സ്വധർമ്മം ചെയ്യുന്ന സമയത്ത് ആനന്ദിക്കുന്നു. അതുപോലെ കർമ്മയോഗിയും അതേപോലെ ഫലകാംക്ഷയില്ലാതെ ഫലത്തിലുള്ള കാംക്ഷ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ കഴിയും. അത് നമ്മൾക്ക് കാലക്രമത്തില് നമ്മളുടെ ധർമ്മം നമുക്ക് ആന്തരിക ശുദ്ധീകരണം നൽകുകയും ആത്മനിഷ്ഠ കൈവരുത്തുകയും ചെയ്യുന്നു പിന്നീട്. അതുകൊണ്ട് മടിയില്ലാതെ, മടി പാടില്ല, ധർമ്മത്തിന്റെ കാര്യത്തിൽ മടി പാടില്ല. മടി ധർമ്മവിരുദ്ധമാണ്, മാത്രമല്ല ജീവിതത്തിനെ അത് താറുമാറാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാൻ ഒരിക്കലും മടിയനായിട്ടിരുന്നിട്ടില്ല എന്ന്. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 24. ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാമിമാ പ്രജാഃ. ഉത്സീദേയുഃ ഇമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദ് അഹം സങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാം ഇമാഃ പ്രജാഃ. അഹം ഞാൻ കർമ്മത്തെ ന കുര്യാം ചേത് ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ കർമ്മത്തെ ചെയ്യുന്നില്ലെങ്കിൽ ഇമേ ലോകാഹ ഈ ലോകങ്ങള് ഉത്സീദേയുഹു നശിച്ചു പോകും. ഭഗവാൻ പറയുന്നു, ഞാൻ കർമ്മത്തെ ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോകങ്ങൾ നശിച്ചു പോകും. ഇത് ഈശ്വരീയമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവനും പ്രവർത്തിപ്പിക്കുന്നത്. ഈശ്വരൻ അടിപിടിച്ചു കഴിഞ്ഞാലോ നമുക്ക് ശ്വസിക്കാനുള്ള വായു പോലും കിട്ടില്ല. ഈശ്വരൻ അടിപിടിച്ചു കഴിഞ്ഞാൽ നക്ഷത്ര വ്യൂഹങ്ങളെല്ലാം നിശ്ചലമായിട്ട് പോകും ഈശ്വരൻ മടിപിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ലോകം മുഴുവനും നശിച്ചു പോകും, ജനങ്ങളൊക്കെ നശിക്കും. സങ്കരസ്യ കർത്താച സ്യാം, സങ്കരത്തിന്റെ കർത്താവുമാകും ഞാൻ. സങ്കരം എന്നത് മനസ്സിലാക്കേണ്ട ഒരു പദമാണ് ഇവിടെ. സങ്കരം എന്ന് പറഞ്ഞാൽ
എല്ലാം കൂടിക്കലരലിനെയാണ് സങ്കരം എന്ന് പറയുന്നത്. എല്ലാം കൂടിക്കലർ, അതായത് ഇവിടെ ഓരോന്നിനെയും അതതിന്റെ സ്ഥാനത്തിൽ നിർത്തുന്ന ഒരു ധർമ്മ വ്യവസ്ഥയുണ്ട്. അതിനെ വൈദിക ഋഷിമാര് വിളിച്ചിരുന്നത് ഋതം എന്നാണ്. ഋതം, ആ ഋതം ആണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെ കൃത്യമായ വഴികളിലൂടെ, മാർഗങ്ങളിലൂടെ, പന്ഥാവിലൂടെ കൊണ്ടുപോകുന്നത്. ഭഗവാൻ നിഷ്ക്രിയനായി കഴിഞ്ഞാല് ഇതെല്ലാം കൂടിക്കലരും. അതതിന്റെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കാൻ തുടങ്ങും ഓരോരുത്തരും. നമ്മളുടെ തന്നെ ധർമ്മത്തിന് വ്യതിചലനം ഉണ്ടാകും, ഗുണഘടനയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിന്ന് വരും, നമ്മൾ നിഷ്ക്രിയമായി പോകും. രാജസ്സനായ ഒരാൾ നിഷ്ക്രിയനായി കഴിഞ്ഞാൽ അയാളുടെ രാജസ്വ ഗുണം കെട്ടുപോവുകയും ആ രാജസ്വ ഗുണം ഭീകരമായ രോഗമായിട്ട് മാറുകയും ചെയ്യും ആ വ്യക്തിയിൽ. അയാൾക്ക് മനോവിഭ്രാന്തി ഉണ്ടാകാം, ഭ്രാന്ത് വരാം ചിലപ്പോൾ. അപ്പൊ രാജസ്വനായ ഒരു വ്യക്തിയെ പിടിച്ച് എവിടെയെങ്കിലും നിശ്ചലമായിട്ട് ഇരുത്തിക്കഴിഞ്ഞാൽ ഭ്രാന്തനായിട്ട് തീരും. അപ്പോ പല മാനസിക പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകുന്നത് അവരുടെ ഗുണഘടന മനസ്സിലാക്കാതെ അവരെ ജീവിതത്തിൽ പല രംഗങ്ങളിൽ പ്രവേശിപ്പിക്കുമ്പോഴാണ്. ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരാൾ ഒരിടത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് പല ആളുകളും, രാജസികന്മാരായ പല ആളുകളിലും ഓഫീസിലിരുന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർ തട്ടിക്കേറുന്നതും രോഷാകുലരാകുന്നതും. കാരണം എന്താണ്? അവരുടെ ധർമ്മത്തെ സപ്രസ് ചെയ്തുകൊണ്ട് അവര് ഇരിക്കുന്ന സമയത്ത് അവരുടെ പ്രതികരണങ്ങൾ അത് കൂടുതൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സങ്കരം ഉണ്ടാകുമെന്ന്. ഈ സങ്കരം ആപത്കരമാണ്. ഭഗവാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ പലതും പലതരത്തിൽ കൂടിക്കലരാൻ ഇടയുണ്ട്. സങ്കരസ്യ കർത്താസ്യാം, അതിന്റെ കർത്താവായിട്ട് ഞാൻ മാറും. ഇവിടെ ഒരു അവ്യവസ്ഥിതി എന്നാണ് സങ്കരം എന്ന വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷ് ഭാഷയിൽ കയോസ് എന്ന് പറയാം. കയോസ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് കയോസ് എന്ന് പറയുന്നത്. കയോസിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. കോസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യവസ്ഥിതിയാണ്. കയോസ് എന്ന് പറയുന്നത് അവ്യവസ്ഥിതിയാണ്. ആ കയോസ് എന്ന് പറയുന്നതാണ് സങ്കരം എന്ന് പറയുന്നത്. കോസ്മോസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള പദമാണ്. കയോസിൽ ഒന്നും വേറൊന്നിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തതാണ് കയോസ് എന്ന് പറയുന്നത്. എന്നാൽ കയോസിൽ നിന്നാണ് പ്രപഞ്ചം വന്ന് കോസ്മോസ് ആയിട്ട് മാറുന്നത് എന്ന് ആധുനിക ശാസ്ത്രം വരെ പറയുന്നുണ്ട്. അപ്പൊ കോസ്മോസിൽ ഒരു ധർമ്മ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട് അവിടെ. ആ നിയമത്തിന് വ്യതിചലനം ഉണ്ടാകുന്നതാണ് ഈ സങ്കരം എന്ന് പറയുന്നത്. സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാം ഇമാ പ്രജാഹ, ഈ പ്രജകളൊക്കെ, ഈ ജനിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഒക്കെ നശിച്ചു പോകും. ഉപഹന്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നശിക്കുകയും ചെയ്യും എല്ലാം. ഉപഹന്യാം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുമല്ല. ഉത്സീതയുഹു, അത് നശിച്ചു പോകുമെന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങള് നശിച്ചു പോകാൻ കാരണം എന്താണ്? വ്യവസ്ഥിതിയിൽ നിന്ന് അവ്യവസ്ഥിതിയിലേക്ക് മാറും, ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് മാറും, കോസ്മോസിൽ നിന്ന് കയോസിലേക്ക് മാറും. അങ്ങനെ മാറുമ്പോ ആകെ താറുമാറാവുകയും കുഴമറിയുകയും ചെയ്യല്ലാതും. ജീവിതം കുഴമറിഞ്ഞതുപോലെ ആകാന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ്. നമ്മളുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ട് സ്വധർമ്മത്തെ കണ്ടെത്തി ജീവിക്കുന്നതാണ് ഓരോരുത്തരെയും വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതാണ് ഓരോരുത്തരുടെയും കോസ്മോസ് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നിടത്ത് എല്ലാവർക്കും പരസ്പര പൂരകമായിട്ട് ജീവിക്കാൻ കഴിയും. ഒരാളുടെ ആവശ്യവും വേറൊരാളുടെ ആവശ്യവും തമ്മിൽ ഫൈറ്റ് ചെയ്യാതെ പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും. അത്തരം ഒരു ജീവിതത്തിന്റെ വഴിത്താര തുറക്കുന്നതാണ് ഭഗവാന്റെ ഈ ശിക്ഷണം. ഭഗവത്ഗീത ഒരർത്ഥത്തിൽ മാനവാവബോധത്തിന് ജീവിതത്തെ കുറിച്ചിട്ടുള്ള വിസ്തൃതമായ ഒരു പരികൽപ്പന നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇല്ലാതെ പോകുന്നത് ഈ ജീവിത വീക്ഷണമാണ്. നമുക്ക് ധർമ്മബോധം കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് ഒരു അർത്ഥമോ ഒരു മീനിങ്ങോ
ഒരു ഉദ്ദേശമോ ഒരു സിഗ്നിഫിക്കൻസോ ഒന്നും അതിനില്ല. പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തുകയേ ഉള്ളൂ. അവർക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് ജീവിക്കുന്നതെന്ന്. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ ആ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അത് എങ്ങനെ നിത്യജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുപോകാം എന്നതുകൂടിയാണ് പഠിപ്പിക്കുന്നത്. ആ പഠനമാണ് ഭഗവത്ഗീതയുടെ ആന്തരികതയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അർജുന, നീ ചെയ്യേണ്ടുന്ന കർമ്മം നീ ചെയ്യണം. നീ സങ്കരം ഉണ്ടാക്കരുത്. ഇവിടെ മനുഷ്യരുടെ ഇടയിൽ കൺഫ്യൂഷനും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കരുത്. ഒരർത്ഥത്തിൽ സങ്കരം എന്നതിന് ആശയക്കുഴപ്പമാണ്. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ശ്രേഷ്ഠനായ വ്യക്തിയാണ് അദ്ദേഹം. ആ ശ്രേഷ്ഠനായ വ്യക്തിയെ മറ്റുള്ളവർ അനുകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ സ്വയം ശ്രേഷ്ഠനായിട്ട് സമൂഹത്തിൽ ജീവിക്കുകയും എന്നാൽ മറ്റുള്ളവർ തൻ്റെ ജീവിതത്തെ നോക്കുന്നുണ്ടെന്ന് വിസ്മരിക്കുകയും ചെയ്യുന്നത് അതും ഒരു തരത്തിൽ വലിയൊരു പാപമാണ്. അത്തരം പാപങ്ങള് നമ്മൾ മറന്നുപോകുന്നതാണ് പല ആളുകളും. ഉത്സീദേയുഹു ഇമേ ലോകാഹ, ഈ ലോകം നശിക്കാനായിട്ട് ശ്രേഷ്ഠനായ എല്ലാവരാലും ആരാധ്യനായിട്ടുള്ള ഒരു വ്യക്തി, മറ്റുള്ളവർക്ക് അനുകരണീയനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെയും ആകെ താറുമാറാക്കുകയും കുഴമറിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു ഭഗവാൻ. അതുകൊണ്ട് ജ്ഞാനിയായിട്ടുള്ള ഭഗവാൻ, ആത്മനിഷ്ഠനായിട്ടുള്ള ഭഗവാൻ പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടില്ല. നേടേണ്ടതായിട്ടോ നേടാത്തതായിട്ടോ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. എന്നിട്ടും അദ്ദേഹം ഈ ലോകത്തിൽ സാധാരണക്കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. അപ്പോ ജ്ഞാനിയായിട്ടുള്ള വ്യക്തികൾ ലോകസംഗ്രഹാർത്ഥം കർമ്മങ്ങൾ ചെയ്യുന്നത് ജനകന്റെ ഉദാഹരണം എടുത്തുകൊണ്ട് പറഞ്ഞു. അജ്ഞാനിയും ജിജ്ഞാസുവും ജ്ഞാനിയും എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥവും അതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ഈ സത്സംഗത്തിന്റെ സാരം. 4 ശ്ലോകങ്ങൾ എടുത്തു. ഇനി 4 ശ്ലോകം നമുക്ക് നാളെ എടുക്കാം. ഈ 3-ാമത്തെ അധ്യായം കർമ്മയോഗ ഒരു മനുഷ്യനെ കർമ്മത്തിന്റെ ലോകത്ത് ഒരുപാട് സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ജീവിതത്തിനെ കൃത്യമായ ഒരു ക്യാൻവാസിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. ബേസിക് ലെസൺസ് ഓഫ് കർമ്മ ആണ് കർമ്മയോഗ എന്ന് പറയുന്നത്. ഇത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ എത്രയും മധുരതരമാക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയുന്നുവോ അത്രയും മധുരതരമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം പറയുന്നു. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഓം.